സിനിമാ താരങ്ങളെ പൊതുപരിപാടിയിൽ കാശില്ലാതെ ബുക്ക് ചെയ്യാനുള്ള തന്ത്രം നമ്മുടെ ജനങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഈ തന്ത്രം ആരുടെ തലയിൽ ഉദിച്ചതാണെന്നല്ലേ? സംശയിക്കാനില്ല, നമ്മുടെ സ്വന്തം ആമിനത്താത്തയുടെ തലയിൽ. യുവതാരം ജയസൂര്യയെ ബുക്ക് ചെയ്യാൻ ഇതാ വരുന്നു നമ്മുടെ സ്വന്തം ആമിനത്താത്തയും സംഘവും. ഇതാണ് ജയസൂര്യയുടെ വീട്. നല്ല പരിചയമുണ്ടല്ലോ അല്ലേ? ഒറ്റ അടിയങ്ങ് വെച്ച് തരും. ഹെഡ് മാസ്റ്ററാന്നൊന്നും ഞാൻ നോക്കൂല, പരിചയം ഉണ്ടോന്ന് ചോദിക്കണം. ചെറുപ്പത്തിൽ മൂക്കട്ടെ വലിപ്പിച്ച് നടന്ന ചെക്കനാ, ഇപ്പം വലിയ സിനിമ നടനായി. എനിക്ക് വൃത്തിക്കൊന്ന് പരിചയപ്പെടുത്തേക്കണം. വൃത്തിക്ക് പരിചയപ്പെടുത്തണം. അതിനുള്ള വൃത്തി ഉണ്ടോന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. വല്ലപ്പോഴും അല്ലേ കുളി. എന്നെ ഒന്ന് വൃത്തിയായിട്ട് പരിചയപ്പെടുത്താൻ. പിന്നെ പരിചയപ്പെടുത്തി അവസാനം പരിചയപ്പെടുത്തൽ കൂടിപ്പോയെന്ന് പറയരുത്. ഒന്നും പേടിക്കണ്ട, ഞാൻ എല്ലാം റെഡിയാക്കി തരാം. പിന്നെ നമുക്ക് 7-ാം തീയതി അല്ലേ പരിപാടി? 7-ാം തീയതി ഇവനെ ഉദ്ഘാടനത്തിന് നമ്മൾ വിളിച്ചു തരും. പക്ഷേ നമ്മളെ കണ്ടോലെ കണ്ടോളാം. ഇപ്പൊ ഞാൻ വിളിക്കാം. മോനെ ജയസൂര്യ. ഹലോ. വണ്ടി വന്നോ? വണ്ടി വന്നിട്ടുണ്ട്. അതല്ല, ലൊക്കേഷനിലായി. ലൊക്കേഷനിലേക്ക് പോകാൻ. അതല്ല, ഞാൻ ഇവിടെ പറഞ്ഞതാ. ഞാനിവിടെ പറഞ്ഞാ ഞാൻ വിളിക്കാം. ഞാനിവിടെ പറഞ്ഞതാണ്. ഞാനിവിടെ പറഞ്ഞാ. ശരി. അപ്പം വണ്ടി വന്നിട്ടുണ്ട്. അതല്ല, എനിക്ക് ആരാന്ന് മനസ്സിലായില്ല. ചെറുപ്പത്തില് ഇവൻ ഇങ്ങനെയാ, തമാശയുടെ കാര്യത്തിൽ ഇവന് പെട്ടാൻ ആരും മനസ്സിലായില്ല. ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ ഗോപാലകൃഷ്ണപിള്ള സാറ്, അതായത് ഗോവിന്ദപിള്ള സാറെന്നാണ് പേര്. ഫേമസാ. അതുകൊണ്ട് അറിയില്ല. പുള്ളിയുടെ കാര്യം മെയിനായിട്ട് പുള്ളി ഫേമസ് ആവാൻ കാരണം പുള്ളിയുടെ കല്യാണത്തിന് ഫസ്റ്റ് നൈറ്റ് ആദ്യ രാത്രി തന്നെ കെട്ടിയോണ്ട് ഇട്ടേച്ചു പോയി. അയ്യോ, എന്താ? ബിക്കോ? ബിഗ് വെച്ചല്ലേ കെട്ടിയോളെ പറ്റിച്ചത്. അത് കഷണ്ടി തന്നെയല്ലേ കെട്ടിയോള് ഇത് രാത്രി കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഒന്നും പറയണ്ട എനിക്ക്. അല്ല, ഇനി മറ്റേ ഇങ്ങനെ പരിചയപ്പെടുത്താം. ഞാൻ കല്യാണം കഴിച്ചാണോ? ഇല്ല, പറയട്ടെ. അവന് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ ഇവനിക്ക് ഇഷ്ടമല്ല. എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കണം, അവന്റെ നിർബന്ധമാണ്. അതെ, അവനിക്ക് സിനിമാ നടന്മാർക്ക് വെറുതെ ചുമ്മാ അണ്ടൻ അടകോഴം ജമ്മാഞ്ചേരി പൂത്തിൻ്റെ അടുത്തൊന്നും പരിചയപ്പെടാം എന്നൊക്കെ പറയട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ സ്കൂളിലെ മാനേജർ ഭാസ്കരൻ നായർ. പുള്ളിക്കാരന്റെ സ്കൂളിൽ ടീച്ചർമാരൊന്നും നിൽക്കൂല. അറിയാലോ എന്താ കാര്യം, ശമ്പളം കൊടുക്കൂല. ഓക്കെ, അതല്ല അതൊക്കെ എനിക്ക് ഇവരെയൊക്കെ മനസ്സിലായില്ല. ആരെ? അല്ല, എനിക്ക് ഇത്തന്നെ മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? എന്നെ ഇവനിക്ക് എന്റെ ചക്കരക്കുടമേ ഇവിടെ എന്ന് വർത്താനം പറഞ്ഞു. മാറി നിന്നിരിക്കാം. കയറി വാന്ന് ഇങ്ങോട്ട് വാ. നീ ഇതെന്താണ് പന്തം കണ്ട പെരിഞ്ചായിനെ പോലെ നോക്കണത്? ഒരന്യ വീട്ടിൽ വന്നാലേ ഇത് നിന്റെ വീടല്ലേ? ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. എന്റെ മോനെ, എനിക്ക് എന്ത് ഇത്ര ഓർമ്മയില്ലാത്ത? ഈ സിനിമാ നടന്മാരായി കഴിഞ്ഞാലേ സിനിമയുടെ മായക ലോകത്ത് പോയി കഴിഞ്ഞാൽ ഒക്കെ മറക്കും. ഞാൻ മറക്കുന്ന ഒരാളൊന്നും. റോമയുടെ ഒക്കെ കൂടെ അല്ലേ അവന്റെ കളികൾ കാര്യങ്ങളൊക്കെ. അപ്പൊ കുറച്ച് പറയൊക്കെ ഉണ്ടാവും. പെണ്ണുങ്ങളെ അല്ല, അത് മാസികയിലൊക്കെ കാണാനല്ലേ നിങ്ങളൊക്കെ കെട്ടിപ്പിടിച്ചൊക്കെ. അതെന്താണെന്ന് അറിയത്തത്, ഈ നമ്മളൊരു നായികയുടെ കൂടെ 2-3 പടങ്ങൾ അഭിനയിച്ച് സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞതുപോലെ ഗോസിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലേ, അപ്പം നിനക്ക് ആശുപത്രി പോയി കൂടെ മോനെ? ഈ ഗോസിപ്പ് വരുമ്പോ ഏതെങ്കിലും നല്ല ചികിത്സ ചെയ്യണം. ഈ പ്രായത്തിൽ വല്ല ഇങ്ങനെ ഗോസിപ്പൊക്കെ വന്നാലേ പിന്നെ ക്യാൻസറായി. അത് ഇനിയിപ്പോ അതിനെ കുറിച്ച് പറയണ്ട. ഇതൊക്കെ പറഞ്ഞു. അതെ, ഗോസിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല. മനസ്സിലായി. ഇതൊക്കെ ഇപ്പൊ പുറത്തു പറയാൻ കൊള്ളാത്ത അസുഖങ്ങളാണ്. ഞാൻ ഒരു കാര്യം പറയാം. നിനക്ക് സിനിമയിൽ ഇങ്ങനെ നടന്നോ വെല്ലം കിട്ടണ്ടോ മോനെ? വെല്ലം കിട്ടുന്നുണ്ട്, അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ പൈസ പിന്നെ എന്ത് കിട്ടും? എന്തിനത് അതൊക്കെ ചോദിക്കണേ? പെണ്ണുങ്ങളെ ടാക്സ് അടച്ച് തീരാറായതല്ലേ, ഇപ്പോഴും നാണം മാറിയിട്ടില്ലേ? എനിക്ക് ഈ പെണ്ണുങ്ങളെ സിനിമയിലും കണ്ടിട്ടില്ലേ, പെണ്ണുങ്ങളെ പിന്നാലെ തന്നെ നടക്കും. അപ്പൊ മോനെ വല്ല കിട്ടുമോ? പൈസ കിട്ടൂതാ. കിട്ടും. എന്ത് കിട്ടും പറ? 10-15 രൂപ കിട്ടും. 15 രൂപ. ഇവിടെ തോട്ടി വറക്കാൻ നടക്കണവന് കിട്ടണ്ടല്ലോ 150 രൂപ ഡെയിലി. നീ എന്തിനാ ഈ പണിക്ക് പോണേ? നിനക്ക് അതല്ല
10-15 ലക്ഷം 10-20 ലക്ഷം രൂപ കിട്ടും. എത്ര സിനിമയ്ക്ക്? എന്തോന്നത് ഒരു സിനിമയ്ക്ക്? ഒരു സിനിമയ്ക്ക് 15 ലക്ഷം. ആ. അച്ചറബേ. ഒരു സിനിമയ്ക്ക് 15 ലക്ഷം രൂപയോ? അത്രയൊക്കെ കിട്ടുമോ? പിന്നെ അത് വലിയ ഇൻഡസ്ട്രി അല്ലേ താ? അതല്ലേ. പിന്നെ ഞാൻ എൻ്റെ കെട്ടിയവനോട് എപ്പോഴും പറയും, മോനെ ഈ മീൻ കച്ചവടം നിർത്തിയിട്ട് വല്ല സിനിമയിലും അഭിനയിക്കാൻ പോകുന്നു. ഞാൻ കേൾക്കൂലേ. അതെ അല്ലേ. ഹലോ, ഞാനിപ്പോൾ തന്നെ ഇറങ്ങും സാർ. ആരാ? മമ്മൂട്ടിയാണ്. എന്താ മമ്മൂട്ടീനെ മാത്രമേ സാറിന് വിളിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ലോകത്ത് എല്ലാവരും എത്ര വലിയവരാണെങ്കിലും ഒരാളെ സാറിന് വിളിക്കും അല്ലേ? എന്റെ മൂത്ത മോനെ എല്ലാരും സാറിനാ വിളിക്കണേ. അവന്റെ സ്വഭാവം അനുസരിച്ച് ആരും വിളിക്കൂല. എന്താ പേര്? അതുകൊണ്ട് ചെറുപ്പത്തിൽ അവന് പേരങ്ങ് കിട്ടും, അൻസാർ. പിന്നെ സാറിന് വിളിക്കൂല. അവന്റെ സ്വഭാവം അനുസരിച്ച് ആരും വിളിക്കൂല. ശരി, ഏത് ജയിലിൽ പോയി കിടന്നാലും അൻസാർ സാറിന് ആരും വിളിക്കൂല്ലോ. അപ്പൊ അതുകൊണ്ട് ബുദ്ധിപൂർവ്വം എന്റെ കെട്ടിയവനിട്ടതാ. പിന്നെ ഒരു കഥയുണ്ട്, നല്ല കഥയാ. അതായത് ഇപ്പൊ എല്ലാം ഈ പുതിയ റീലോഡഡ് ഇറങ്ങുവാണല്ലോ. ഇപ്പൊ തന്നെ ആ രജനീകാന്തിന്റെ മരുമോന്റെ പടം ഉണ്ടല്ലോ, ധനുഷ, കൊതുപോലെ ഇരിക്കുന്ന ചെക്കന്റെ പടം. പഠിക്കാത്തവൻ എന്നും പറഞ്ഞിട്ട് അതിന്റെ 2ാം ഭാഗം 3ാം ഭാഗം പഠിക്കാത്തവൻ, നനയ്ക്കാത്തവൻ, കുളിക്കാത്തവൻ, പെടുക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ഈ ചെമ്മീന്റെ 2ാം ഭാഗം എടുക്കാം. അപ്പൊ കഥ പറയട്ടെ ഞാൻ. കഥ പറയേ. അതായത് ഇപ്പൊ എല്ലാത്തിന്റെ റീലോഡഡ് വരുവാണല്ലോ. സാഗർ ഇലിയാസ് ജാക്കി റീലോഡഡ്. ഇപ്പൊ അതെ ചെമ്മീൻ റീലോഡഡ്. നമ്മുടെ കഥയുടെ പേരാ ചെമ്മീൻ. ഇത് ചെമ്മീന്റെ 2ാം ഭാഗം റീലോഡഡ്. അതെങ്ങനെ നടക്കും? മധുസാറും ഷീലമ്മയൊക്കെ മരിച്ചില്ലേ? എനിക്ക് ഇത്രയ്ക്ക് ബോധമുള്ള സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് ഇതിവര് മരിക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഭിനയിക്കണാണ്. മധുശീലൊന്നും മരിച്ചില്ല. എന്നാളോടെ ഞാനൊരു അവാർഡ് പരിപാടിക്ക് ഉണ്ടല്ലോ. എന്റെ പൊന്ന് ഇത്ത അതല്ല ഉദ്ദേശിച്ചത്. അവര് ആ ക്യാരക്ടർ മധുസാറും ഷീലമ്മയും പരീക്കുട്ടിയൊക്കെ മരിച്ചല്ലോ. മരിച്ചതായിട്ട് ഇങ്ങനെ കിടക്കണല്ലേ ഉള്ളൂ കടപ്പുറത്ത്. മരിച്ചു എന്ന് പറയാൻ ആരെങ്കിലും വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയോ? ഇങ്ങനെ കൈ പിടിച്ചു നോക്കിയിട്ട് ഹീസ് നോ മോർ എന്നൊക്കെ പറയൂല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത് പറയാത്തോടത്തോളം കാലം 2ാം ഭാഗത്തിനുള്ള സ്കോപ്പ് ഉണ്ട്. അതായത് ഈ 2ാം ഭാഗം തുടങ്ങുമ്പോൾ തന്നെ 5 ആംബുലൻസ് ഇങ്ങനെ ഇടിച്ചു പൊളിച്ചങ്ങോട്ട് വരുവാണ് കടപ്പുറത്തേക്ക്. ആദ്യം വന്ന ആംബുലൻസ് 5 പറയട്ടെ ഒരു പടമാകുമ്പോൾ ഇത്തിരി റിച്ച് ആവണ്ടേടാ, എന്നാൽ പടം കലക്കണ്ടേ. 5 ആംബുലൻസ് അങ്ങോട്ട്. ആദ്യം വന്ന ആംബുലൻസിന്റെ അകത്ത് കറുത്തമ്മനെ കയറ്റി കൊണ്ടുപോയി. 2ാമത് വന്ന ആംബുലൻസിൽ പരീക്കുട്ടീനെ, 3ാമത് വന്ന ആംബുലൻസിൽ കരക്കാരെ, 4ാമത് വന്ന ആംബുലൻസിൽ പളനി, അതായത് കറുത്തമ്മയുടെ കെട്ടിയവൻ. അപ്പൊ 5ാമത്തെ ആംബുലൻസിൽ ആര് കയറി പോവും? 5ാമത്തെ ആംബുലൻസ് വെറുതെ കിടക്കില്ല, അതിൽ ആര് പോകും? 5ാമത് വന്ന ആംബുലൻസിലെ ആളെ കയറ്റുന്ന നിർബന്ധമാണ്. പിന്നെ അല്ലാതെ എന്നാ പിന്നെ താൻ കയറി പോക്കോ. പിന്നെ മുണ്ടാട്ടിരിക്കട്ടെ, ഒരു കഥ പറഞ്ഞതിൻ്റെ അടുക്കും. അപ്പം ഇവർക്കൊന്നും കഥേനെ കുറിച്ച് വിവരമില്ല. പറഞ്ഞുതരാം. അതായത് ഈ 5ാമതും അങ്ങനെ അവരൊക്കെ ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കറുത്തമ്മയുടെ ബോധം വന്നു. ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ അല്ലേ മോനെ, പണ്ടത്തെ പോലെയല്ല. ആശുപത്രിയിലെ ഓക്സിജനൊക്കെ കൊടുക്കാമല്ലോ. അപ്പൊ തന്നെ നമ്മുടെ പരീക്കുട്ടിക്കും ബോധം വന്നു. അങ്ങനെ പിന്നെ അതിനിടക്കാണ് പളനി ചായ മേടിക്കാൻ വേണ്ടി പുറത്തു പോകണത്. കറുത്തമ്മയുടെ കെട്ടിയവൻ. ഈ സമയത്ത് പരീക്കുട്ടിയും കറുത്തമ്മയും കൂടെ കൂടിയിട്ട് വീണ്ടും ആശുപത്രിയിൽ വെച്ച് കല്യാണം കഴിച്ചു. മനസ്സിലായ? അപ്പോ കല്യാണം കഴിച്ചോട് കൂടിയിട്ട് കറുത്തമ്മ വീണ്ടും ഗർഭിണിയാവുന്നു. അതോടുകൂടി ആ സിനിമയുടെ പേര് തന്നെ അന്വർത്ഥമാവുകയാണ്. കറുത്തമ്മ റീലോഡഡ്, അതായത് ചെമ്മീൻ റീലോഡഡ്. എങ്ങനെയുണ്ട്? അവിടെ കയ്യടിയായിരിക്കും. പിന്നെ കൈയിടിയായിരിക്കും. ഈ സിനിമയിൽ ഈ പെണ്ണുങ്ങളെ തൊട്ടൊക്കെ അഭിനയിക്കണ്ടല്ലോ. അതെ, അത് ശരിക്കും തുടർന്നതാണോ? പിന്നെ ശരിക്കും തൊട്ടൊക്കെ അഭിനയിക്കേണ്ടി വരും. അതെ അതെ. ഈ റോമേനെ സമ്പ്രദായനെയൊക്കെ നീ ഇങ്ങനെ തൊടുവോ? പിന്നെന്താ? അപ്പൊ നിന്റെ കെട്ടിയോക്ക് ബുദ്ധിമുട്ടില്ലേ? എന്ത് ബുദ്ധിമുട്ട്? അവർക്ക് അറിയാലോ അത് അഭിനയമാണെന്ന് അറിയാലോ. അത് പ്രൊഫഷണല്ലേ, ജോലിയല്ല. അപ്പൊ കെട്ടിയോമാർക്ക് ബുദ്ധിമുട്ടില്ലേ? കെട്ടിയമാർക്കാ? ഈ നടിമാരുടെ കെട്ടിയോമാർക്ക് ഇല്ല, അവര് കെട്ടിയിട്ടില്ല. കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴപ്പമാകും. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ ഇടി സീനിൽ എങ്ങനെയാ നിങ്ങൾ തൊട്ട് ശരിക്കും ഇടിക്കും? അയ്യോ, ശരിക്കും ഇടിക്കണ അത് ജസ്റ്റ് ഇങ്ങനെ, അത് അഭിനയം. അത് ശരി, ഇടി സീനിൽ നിങ്ങൾ തൊടൂല. അപ്പൊ പാട്ട് സീൻ വരും, നായികമാരാകുമ്പോ തൊടുവൻ പിടിക്കുകയൊക്കെ ചെയ്യും. ഇവരാള് കൊള്ളാല അമ്പടം എടുക്കന്മാരെ. മനസ്സിലായി. മക്കളില്ലേ? മക്കള് അയ്യോ ഒരുത്തരുണ്ട്. അതല്ലേ, എന്ത് ചെയ്യണം? അവനവിടെ ടി വി കാണണം. ഇപ്പൊ പിള്ളേർക്കൊക്കെ ടി വി ആണല്ലോ. അതേ മോനെ, ആ മറ്റേ ചാനൽ കാണിക്കില്ല കേട്ടോ. എ കാണിക്കാം, ബി കാണിക്കാം, എഫ് കാണിക്കല്ലേ. പണി കിട്ടിയതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഈ ചെറുക്കൻ
ഞാനിരുന്ന് ടി വി കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ആ. ടി വി കണ്ടോണ്ടിരുന്ന് ഇങ്ങനെ ഓരോ ചാനൽ മാറ്റിക്കൊണ്ടിരുന്നു. പിന്നെ തൊട്ടടുത്ത് ഞാൻ നോക്കി വൈഫും ഇല്ല, ആരുമില്ല, കൊച്ചുമില്ല. അപ്പം ഞാൻ വെറുതെ നമ്മുടെ F ചാനലുണ്ടല്ലോ, F ചാനലിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. കണ്ടോണ്ടിരുന്നപ്പോൾ ചങ്ങാതി കയറി വന്നു. ആര്? മോൻ കയറി വന്നു. ഞാൻ പറഞ്ഞു മോനെ അത് ഒന്നും ചെയ്യാൻ പറ്റണില്ല, കാരണം ഇതെന്തോ ബാറ്ററി ആണോ എന്താണെന്നറിയില്ല, അത് മാറ്റാനും പറ്റുന്നില്ല, ഗുലുമാലായിപ്പോയി. ഞാൻ പറഞ്ഞു മോനെ അത് എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു മോനെ അത് എന്താണെന്നറിയടാ, അത് ഭയങ്കര പാവങ്ങളടാ, തുണി മേടിക്കാൻ പോലും കാശില്ലടാ, എന്താ കണ്ടല്ലേ പാവങ്ങള്. അങ്ങനെ എന്നിട്ട് അവൻ പറഞ്ഞിട്ട് പോവാ, ഇതിനേക്കാളും പാവങ്ങളെ വന്നാ വിളിക്കണേ എന്നും പറഞ്ഞ് പോയേക്കണ്. നിന്റെ അല്ലേ മോൻ മോശമാവോ? സത്യം ദൈവമേ, നെഞ്ചത്ത് കൈവച്ച് പോയി. അതുകൊണ്ട് പേടിയാണ് ഇപ്പൊ. പേടിയാണല്ലേ ഇപ്പോഴത്തെ പിള്ളേരെ പേടിക്കണം മോനെ. അള്ളാ, എന്റെ മോനൊരാളുണ്ട്. അവനെന്ത് ചെയ്യണം? അവനെ നീ അറിയുമായിരിക്കും, ഈ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലൈ ഷുക്കൂർ. അത് ശരി, ഷുക്കൂറിന്റെ ഉമ്മച്ചിയാണ്. ഒറ്റ പൈസ ഷുക്കൂറിന്റെ. ഇപ്പളാ ഇവര് മനസ്സിലായിരുന്നു. അത് പറ, നമുക്ക് എന്നാ പുറത്തിരുന്ന് സംസാരിക്കായിരുന്നു. വേറൊന്നുമല്ല, അത് ചെറിയ പ്രശ്നമുണ്ട്. അത് മോനെ നീ ഒന്നും കരുതണ്ട, അവനൊരു ചെറിയ അസുഖമുണ്ട്, അല്ലാതെ അവന് സ്വഭാവ ദൂഷ്യമല്ല. എന്താരും മുതൽ കണ്ടാലും അത് എടുക്കണം. അതിനാണല്ലോ മോഷണം എന്ന് പറയണത്. അങ്ങനെ പറയാറുണ്ട് ചില വിവരമില്ലാത്തവര്. ഇതൊരു അസുഖമാണ് മോനെ. ഇത് അസുഖം, അത് എന്താ കിട്ടേണ്ടത് കിട്ടുമ്പോഴത്തേക്ക് ശരിയാവും. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ അല്ലെ വേറെ ഇപ്പൊ ഈ ഇവനെന്താ ചെയ്യണേ? കുറെ നാളെ മാത്രമേ കല്യാണം കഴിച്ചു, എന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോ ഉപേക്ഷിച്ചു. അയ്യോ, എന്തുറ്റി? ഒരു ചൈനക്കാരിനെ കെട്ടിയത്. ചൈനയുടെ പ്രോഡക്റ്റ് മാക്സിമം 2 വർഷം മോനെ, അതിൽ കൂടുതലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. കല്യാണം സ്ത്രീധനം കിട്ടിക്കാണും. പക്ഷെ എവിടെ ചൈനയുടെ സാധനമല്ലേ, 66 രൂപ 50 പൈസ സ്ത്രീധനം കിട്ടിയതാ. എന്തിന്? അവന്റെ അനിയൻ പഠിക്കൂട്ടാ, ഒരു പുതിയ കോഴ്സിന് വിടാൻ പോണ്ട്. എന്റെ പൊന്നിത്ത ഒരു കാര്യം ഞാൻ പറയാം, ഏത് കോഴ്സ് വേണമെങ്കിൽ പഠിപ്പിച്ചോ, പക്ഷെ ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, അതിന് മാത്രം വിടല്ലേ. എന്താ അത്? എന്റെ പൊന്നിത്ത നമ്മുടെ ഒരു വേണ്ടപ്പെട്ട വീട്ടിലുണ്ടല്ലോ, ഒരുത്തൻ ഫയർ ആൻഡ് സേഫ്റ്റി പഠിക്കാൻ വേണ്ടി പോയി. അപ്പൊ കഞ്ഞി പോലും വെക്കാൻ പറ്റണല്ലോ വീട്ടില്. എന്താ കാര്യം? അമ്മ കൊണ്ട് തീ ഒരയ്ക്കും, ഇങ്ങനെ തീ കാണിക്കും, അപ്പൊ തന്നെ അവൻ കൊണ്ട് വെള്ളം ഒഴിക്കും. ഇവരെ പഠിപ്പിക്കുന്നത് അതാണ്. 3 വർഷത്തെ കോഴ്സാന്ന് പറയണുണ്ട്, ഈ തീയില് വെള്ളം ഒഴിക്കാൻ വേണ്ടിട്ടാണ്. മറ്റേ കാര്യം ഇതൊക്കെ ആരാണ്? എനിക്കറിഞ്ഞൂടാ. നിങ്ങളുടെ കൂടെ അല്ലേ വന്നത്? ഞാൻ മറന്നുപോയി. എന്തൊരു മറവിയത്. അതെ, നമ്മുടെ സ്കൂളിലെ വേണ്ടി. അപ്പൊ ഞാനേ മറ്റതങ്ങ് അടിക്കാം, അറ്റ കൈക്ക്. അതായത് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ വർഷത്തെ ഏറ്റവും നല്ല നടനുള്ള അണ്ടിപ്പുള്ളിക്കാവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അവാർഡ് ജയസൂര്യക്ക് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കണു. വളരെ സന്തോഷം. അപ്പോ നിന്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മോനെ അവിടെ ആള്. നിന്റെ ആ പടമില്ലേ നന്ദനം, എന്തായിരുന്നു കളിക്ക്. അത് കഴിഞ്ഞ് ബന്ധനം, പിന്നെ ചിത്രം, മുഖചിത്രം, പിന്നെ അത് സാഗറിലേക്ക്, പിന്നെ വന്നില്ല ഇപ്പൊ പുതിയ മോന്ത. അല്ലോ എന്താ കളിക്ക്. ഹലോ എന്റെ പൊന്നിത്ത, അതിലൊന്നും ഞാനില്ല അതിലൊന്നും. അപ്പൊ നീ എന്താ? അതെ, ഞങ്ങള് നോക്കിയായിരുന്നു. അപ്പൊ നീ ഇല്ല. നീ എവിടെ പോയാ അപ്പൊ ആ സമയത്ത്? അതില് ഭരണ്ടേ, നല്ല സിനിമകളിൽ ഭരണം നീ പറഞ്ഞിട്ടില്ലേ? ശരിക്കും നിന്റെ പടം കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നീ വരണം, 7-ാം തീയതിയാണ് അവാർഡ് പരിപാടി. വളരെ സന്തോഷം. പക്ഷേ 7-ാം തീയതി ഞാൻ ഈ ബോംബെയിലായിരിക്കും, വേറൊരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്, അതാണ്. ബോംബെക്കാർ അവാർഡ് തരണം. അതെ അതെ അതെ. നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്നവർ ബോംബെയിലും ഉണ്ട്, നിങ്ങളെപ്പോലെ സ്നേഹിക്കുന്നവർ. അതെ അല്ലേ. അപ്പം മോനെ ഇവിടെ പരിപാടി ബോംബെ പോലെ. ബോംബെയിൽ എന്ന് പറഞ്ഞാൽ പോണതൊക്കെ സൂക്ഷിക്കണം. അവിടെ ഇപ്പം ഈ ഭീകരവാദികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ബോംബ് വീണാൽ വരും മോനെ, തീർന്നു. ജയസൂര്യ പിന്നെ ഉണ്ടാവില്ല അവാർഡ്. അതിനേക്കാളും ഭേദം ഇതൊക്കെ അല്ലേ? അല്ല, ഞാൻ പറയട്ടെ, ഞങ്ങളുടെ അവിടെ വരികയാണെങ്കിൽ വണ്ടിക്കൂലിയൊക്കെ തരാം, കാറിൽ കൊണ്ടുവന്ന് കാറിലാക്കാം, പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ തരാടാ, ഫോട്ടോ എടുക്കും, ഇല്ലേ, പത്രത്തിലേക്ക് കൊടുക്കാം. ഞങ്ങളുടെ അവിടെ ഒരു പത്രമുണ്ട്, നപുംസകം പറഞ്ഞ, ആ പത്രത്തിൽ പടം വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പത്രം അല്ലല്ല, അവിടെ വേറെ ഒരു വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടിയാ, പുള്ളിക്കാരനാ അത് നടത്തണേ. അപ്പൊ വരുവാണെങ്കിലേ എനിക്ക് വരണം എന്നൊക്കെ അതിയായ ആഗ്രഹം. എന്താണെന്നറിയാം, മെയിനായിട്ട് ഒരു അവാർഡ് ഒരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ചില ആളുകളുണ്ട്, ആളെ കിട്ടാതാവുമ്പോ മമ്മൂട്ടിനെ കിട്ടിയില്ലെങ്കിൽ ഉടനെ മോഹൻലാലിന് ബെസ്റ്റ് ആക്ടർ ആക്കും, മോഹൻലാലിനെ കിട്ടിയില്ലെങ്കിൽ ഉടനെ എന്റെ ജയസൂര്യക്ക് കൊടുക്കും. അങ്ങനത്തെ സ്വഭാവം ഞങ്ങൾക്കില്ല, അത് ശരിയല്ല അങ്ങനെ ചെയ്യണത്. അതുകൊണ്ടാണ് നിനക്ക് തരാന്ന് പറഞ്ഞാൽ നിനക്ക് തന്നെ തന്നിരിക്കണം, അല്ലാതെ പിന്നെ
പിന്നെ എന്താ നമ്മുടെ വാക്കിന് ഇത്ത വില? ഇത്ത തീർച്ചയായിട്ടും ആ സ്നേഹത്തിനൊക്കെ വളരെയധികം നന്ദിയുണ്ട്. പക്ഷെ എനിക്ക് എന്താ പ്രശ്നം എന്ന് അറിയാത്ത അവിടെ ഞാൻ ഓൾറെഡി ഏറ്റുപോയി സൈൻ ചെയ്തു പോയി. 3 ദിവസം മുമ്പാണ് അത് സംഭവിച്ചത്. അതുകൊണ്ടാണ് വരാൻ പറ്റാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ മാക്സിമം ഞാൻ വന്നേനെ. ഉറപ്പായിട്ടും വരാൻ പറ്റും. എന്തായാലും വരില്ല. സത്യമായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ത. എന്നാ പിന്നെ നീ ആ കുഞ്ചാക്കോ ബോറിന്റെ നമ്പറും തന്നേരെ. കുഞ്ചാക്കോവന്റെ നമ്പറാ? എന്തിനാ? അല്ല കുഞ്ചാക്കോ ബോബൻ. എന്തിനാ കുഞ്ചാക്കോവന്റെ നമ്പർ? അല്ല പിന്നെ എനിക്കിപ്പോ അവാർഡ് വേണ്ടാന്ന് പറഞ്ഞില്ല. എന്നാ പിന്നെ ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. ശരി. ഞാൻ അന്നേ പറഞ്ഞ ഇവനിക്കൊന്നും അവാർഡ് കൊടുക്കണ്ടെന്ന്. നിങ്ങൾക്കായിരുന്നു ജയസൂര്യക്ക് കൊടുക്കാം. ഇപ്പൊ മനസ്സിലായില്ലേ? അത് ശരി. അപ്പൊ നിങ്ങളല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞത് ഒരാൾക്ക് വെച്ച അവാർഡ് വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ? അത് പിന്നെ ഗതികെട്ടാ പുല്ലും തിന്നൂലേ. ഇപ്പൊ ഞങ്ങൾക്ക് പരിപാടി നടത്താണ്ടിരിക്കാൻ പറ്റുമോ? ശരി എന്നാ പുല്ല് തിന്നി കാണാം. വളരെ സന്തോഷം കേട്ടോ. അപ്പൊ എന്റെ വീട്ടിൽ നീ ഇറങ്ങുന്നതിനാ? നിങ്ങൾ ഇറങ്ങും, കാണാം കേട്ടോ. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ശരി മോനെ. ശരി എന്നാ. അപ്പൊ അടുത്ത അവാർഡ് പറ്റുമോ? അടുത്ത കൊല്ലം. എന്തൊരു കുരിശാണിത്.